السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ചില പാപങ്ങളുണ്ട്, അത് അള്ളാഹുവിനടുക്കൽ ഏറ്റവും വലിയ പാപങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നത്, വലിയ പാപമായി കാണപ്പെടുന്നത് അവൻ അടിമകളോട് കാണിക്കുന്ന അനീതി തന്നെയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് എപ്പോഴും സ്നേഹത്തോടെ സഹോദര്യത്തോടെ പ്രവർത്തിക്കാനാണ് വിശുദ്ധ ഖുർആനും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും പരസ്പരം കാരുണ്യം കാണിച്ചുകൊണ്ടും ആ ഒരു മനസ്ഥിതിയോടുകൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹു തആലാൻ്റെ കാരുണ്യം, അവൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളാൽ മറ്റൊരുത്തൻ കണ്ണുനീര് കുടിക്കേണ്ടൊരവസ്ഥ വന്നാൽ, നമ്മൾ കാരണം മറ്റുള്ളവർ പ്രയാസപ്പെടുന്നൊരവസ്ഥ വന്നാൽ, അത് അള്ളാഹുവിനക്ക് വലിയ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയപ്പോഴും അത്തരം വിഷയങ്ങളിലേക്കാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പ്രത്യേകം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്. മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഅ്ലമദ്ദുനൂബി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടുന്നത് റജുലുൻ, ഒരു മനുഷ്യൻ, തസവ്വജ ഇംറഅതൻ, ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അങ്ങനെ ഫലമ്മാ ഖളാ ഹാജത്തുഹു മിൻഹാ, അവളിൽ നിന്നും ആഗ്രഹിക്കുന്ന അവൻ്റെ ശാരീരിക സുഖങ്ങൾ, മറ്റുള്ള സുഖങ്ങളൊക്കെ അവൻ അനുഭവിച്ചതിന് ശേഷം തല്ലഖഹ, അവൻ മൊഴി ചൊല്ലി ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി. എന്നിട്ടോ വദഹബ ബിമഹരിഹ, അവളെ മഹറുമായി അവൻ കളഞ്ഞു. അവൾക്ക് അവകാശപ്പെട്ട, ശരിയാത്ത് അവൾക്ക് നൽകണമെന്ന് നമ്മോട് നിർബന്ധമായും നിർദ്ദേശിക്കപ്പെട്ട മഹർ, അത് ഭാര്യയുമായി ക്ഷയിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അവളുടെ അവകാശമാണ്, അതവർക്ക് നൽകുക നിർബന്ധമാണ്. അപ്പോൾ അവർ സ്ത്രീ വിവാഹം ചെയ്ത് അവളിൽ നിന്നും ശാരീരികമായുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളെ മൊഴി ചൊല്ലി അവളുടെ മഹർ അവൾക്ക് നൽകാതെ അവൻ ഒഴിവാക്കി കളഞ്ഞു കളയുക എന്നുള്ളത്, അത് വലിയ പാപമാണ്. ആ സ്ത്രീയെ അങ്ങേയറ്റം വേദനിപ്പിക്കലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അത് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തൊന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വറജുലൻ, മറ്റൊരു മനുഷ്യൻ, ഇസ്തഅമല റജുലൻ, ഒരാളെ കൂലിക്ക് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വിളിച്ചു. അങ്ങനെ തൻ്റെ പറമ്പോ മറ്റു വസ്തുക്കളോ സ്ഥാപനങ്ങളോ ഏതോ ആവട്ടെ, ജോലിക്ക് വേണ്ടി വിളിച്ച് അയാൾ ഏൽപ്പിക്കപ്പെട്ട ജോലി കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള കൂലി കൃത്യമായി കൊടുത്തുകൊള്ളണം. പക്ഷേ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂലി കൊടുക്കാതെ ഫദഹബ ഉജറത്തിഹി, കൂലിയുമായി അയാൾ കടന്നു കളഞ്ഞു, കൂലി കൊടുത്തില്ല, ആ ജോലിക്കാരനെ വിഷമിപ്പിച്ചു പ്രയാസപ്പെടുത്തിയെങ്കിൽ അതും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടുന്നുണ്ട്. മൂന്നാമതായി മുത്തുനബി തങ്ങൾ പറയുന്നു, ആഖിറു, മറ്റൊരു മനുഷ്യൻ, യഖ്തുലു ദാബത്തൻ അബസ, ഒരു ജീവിയെ അനാവശ്യമായി കൊന്നുകളയുക. അയാൾക്കതുകൊണ്ട് യാതൊരു ഉപദ്രവമോ ഒരു പ്രയാസമല്ല, പക്ഷേ അയാളൊരു രസം, അങ്ങനെ ഉറുമ്പുകളെയോ അല്ലെങ്കിൽ വണ്ടുപ്രാണികളോ ഏതുമാവട്ടെ, ഇയാൾക്കതുകൊണ്ടൊരു പ്രയാസമില്ല, ഒരു വിഷമമില്ല, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ മനുഷ്യനൊരു രസമായിട്ട് ആ വസ്തുക്കളെ കൊന്നുകളയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണെങ്കിൽ പക്ഷേ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു അത് പുറത്തു വരും. എന്നാൽ മറ്റു വസ്തുക്കളുമായി, മറ്റു ജീവികളുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയല്ല. ആവകളെ കണ്ട് പൊരുത്തപ്പിടിച്ചാലല്ലാതെ നമുക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാൻ തന്നെ സാധ്യമേ അല്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നാം നിസ്സാരമായി കാണുന്നുവെങ്കിൽ അള്ളാഹുവിന് വലിയ പാപങ്ങളായി കണക്കാക്കപ്പെടുന്നത്. വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ പാർത്ഥികമായ ലോകം, അവിടുത്തെ ജീവിതം വളരെയധികം ദുസ്സഹരമായി മാറും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.